നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നതോടെ ആരോപണ പ്രത്യാരോപണങ്ങളിൽ കേസ് കൂടുതൽ സങ്കീർണമാവുകയാണ്. വിധിയിൽ അതൃപ്തി അറിയിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത്. കേസിൽ 5 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം ജാമ്യത്തിലിറങ്ങിയ രണ്ടാം പ്രതി മാർട്ടിൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. നടൻ ദിലീപിനെ തകർക്കാൻ വേണ്ടി ആസൂത്രിതമായി മെനഞ്ഞെടുത്ത തിരക്കഥയാണ് നടി ആക്രമിക്കപ്പെട്ട കേസെന്നാണ് മാർട്ടിന്റെ വാദം. നടൻ ലാൽ, സംവിധായകൻ ശ്രീകുമാർ മേനോൻ, നടിമാരായ മഞ്ജു വാര്യർ, രമ്യ നമ്പീശൻ, ആക്രമിക്കപ്പെട്ട നടി എന്നിവർ ഒരുക്കിയ പ്ലാനാണ് അന്ന് നടപ്പാക്കിയതെന്ന് മാർട്ടിൻ വെളിപ്പെടുത്തുന്നു. നടിയുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ലാൽ ക്രിയേഷൻസിന്റെ വാഹനത്തിൽ അന്ന് കയറിയത്. കാറിൽ വെച്ച് യാതൊരു വിധത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങളോ ദൃശ്യം പകർത്തലോ ഉണ്ടായിട്ടില്ല. പൾസർ സുനിയും നടിയും സൗഹൃദപരമായാണ് സംസാരിച്ചത്. ലാലിന്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ വെച്ച് തന്നെ ഭീഷണിപ്പെടുത്തി ദിലീപിനെതിരെ മൊഴി നൽകാൻ ലാൽ നിർബന്ധിച്ചുവെന്നും മാർട്ടിൻ പറയുന്നു. വെള്ളക്കടലാസിൽ തന്നെ കൊണ്ട് ഒപ്പുവെപ്പിച്ചു. സത്യം തുറന്നു പറഞ്ഞ ഈ സാഹചര്യത്തിൽ തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ കാരണക്കാർ ഈ പറഞ്ഞ വ്യക്തികളായിരിക്കുമെന്നും മാർട്ടിൻ പറഞ്ഞു. 2017 നടി എറണാകുളത്തേക്ക് കാറിൽ സഞ്ചരിക്കുമ്പോൾ പൾസർ സുനിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ കാറിനുള്ളിൽ അതിക്രമിച്ചു കയറി നടിയെ പീഡിപ്പിച്ചു. അതിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയെന്നുമാണ് കേസിനാസ്പദമായ സംഭവം. ഇതൊരു കൊട്ടേഷനാണെന്നും സഹകരിക്കണമെന്നും സുനി നടിയോട് പറഞ്ഞതാണ് കേസിൽ നിർണായകമായ വഴിത്തിരിവ്. പൾസർ സുനി ഒരുപാട് കേസുകളിൽ പ്രതിയാണ്. സമാനമായ സംഭവങ്ങൾ ഉണ്ടായ നടിമാർ ഇൻഡസ്ട്രിയിലുണ്ടെന്ന് ചില വെളിപ്പെടുത്തലുകൾ ഉണ്ട്. ആക്രമിക്കപ്പെട്ട നടി സംഭവത്തിന് ശേഷം എത്തിയതും ലാലിനരികിലാണ്. നടിയെ കൊണ്ടുവരാൻ പോയ കാർ ലാലിന്റെ മകന്റെ കാറാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ലാലിന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലീസ് ശ്രമിച്ചിട്ടില്ല. ലാലിന്റെ മകനെയും ചോദ്യം ചെയ്തിട്ടില്ല. തുടക്കം മുതൽ കേസിൽ അസ്വാഭാവികത വ്യക്തമായിരുന്നു. നേരിട്ട് ലോക്നാഥ് ബെഹ്റയാണ് കേസിൽ ഇടപെടുന്നത്. പിന്നീട് കേസിന്റെ ഗതി നീങ്ങിയത് എങ്ങനെയെന്നത് ഏവർക്കും വ്യക്തമാണ്. നടിക്കെതിരെ ആക്രമണം നടന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ കേസ് അട്ടിമറിക്കപ്പെട്ടത്. സംഭവം ആദ്യം പങ്കുവച്ച വ്യക്തി എന്ന നിലയിൽ ലാലിനോട് ചോദിക്കേണ്ട നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. മാധ്യമ വിചാരണയും സോഷ്യൽ മീഡിയ അറ്റാക്കിങ്ങുമല്ല, മറിച്ച് ജുഡീഷ്യറിക്ക് വേണ്ടത് വ്യക്തമായ തെളിവുകളാണ്. ദിലീപ് ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന മതിയായ തെളിവുകളൊന്നും പ്രോസിക്യൂഷന് കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത. വൈകാരികമായി സമൂഹത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതിനൊപ്പം തന്നെ ഗൂഢാലോചനയുടെ ചുരുളഴിക്കേണ്ട തെളിവുകളെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരല്ലെന്നും അടിസ്ഥാന ആവശ്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ലെന്നുമാണ് അതിജീവിത വിധിയിൽ പ്രതികരിച്ചത്. സമൂഹത്തിൽ നിന്നും നീതിന്യായ വ്യവസ്ഥയിൽ നിന്നും 9 വർഷത്തോളം നേരിട്ട അനീതിയും വിവേചനവും അതിജീവിത സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചു. കോടതി വിധി അതിജീവിതയ്ക്ക് പൂർണ്ണ നീതി നൽകിയില്ലെന്നാണ് മഞ്ജു വാര്യർ പ്രതികരിച്ചത്. കേസിലെ ആദ്യ 6 പ്രതികൾക്ക് ശിക്ഷ നടപ്പാക്കിയെങ്കിലും 8ാം പ്രതിക്ക് ശിക്ഷ നടപ്പാക്കാത്തതിലുള്ള അമർഷം ഒളിഞ്ഞും തെളിഞ്ഞും പ്രകടമാവുകയാണ്. നടിയെ ആക്രമിച്ച സംഭവം ഒരു വലിയ മാറ്റം തന്നെ മലയാള സിനിമയിൽ ഉണ്ടാക്കിയെന്നത് വസ്തുതയാണ്. പല പ്രമുഖരുടെയും യഥാർത്ഥ മുഖം എന്തെന്ന് കേരളം കണ്ടു. സിനിമാ കഥയെ വെല്ലുന്ന ട്വിസ്റ്റുകളും വേരിയേഷനും ഈ കേസിൽ പ്രകടമായിരുന്നു. വിധി വന്ന ശേഷം ദിലീപ് മഞ്ജു വാര്യരുടെയും പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥയുടെയും പേരുകൾ പരാമർശിച്ചാണ് തനിക്കെതിരെ കെണിയൊരുക്കിയവർക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. അതിജീവിതയുടെ നിയമ പോരാട്ടം ഇനിയും തുടരും. അതിജീവിതയ്ക്ക് നീതി ലഭിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അതിന് കേരള സമൂഹം കൂടെ നിൽക്കണം. എന്നാൽ ഗൂഢാലോചനയിലൂടെ ഒരാളുടെ ജീവിതവും കരിയറും തകർക്കാൻ ഒരു കൂട്ടർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരേണ്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.